നമസ്കാരം. പവർ പോയിന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയമാണിന്ന് പവർ പോയിന്റിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കൃത്യമായ മറുപടി വി ഡി സതീശൻ നിയമസഭയിൽ നൽകുകയുണ്ടായി. ഭരണം ഏറ്റെടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് ജനോപകാരപ്രദമായ പദ്ധതികളുമായി UDF സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിനെ അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ വന്നത്. അതിനൊക്കെ കൃത്യമായ മറുപടി ഇന്നലെ വി ഡി സതീശൻ നിയമസഭയിൽ നൽകുകയുണ്ടായി. ഈ വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം കോൺഗ്രസ് പ്രതിനിധി നേമം ഷജീർ, ഇടത് പ്രതിനിധി ആയൂർ ബിജു, BJP പ്രതിനിധി അഡ്വക്കേറ്റ് RS രാജീവ് എന്നിവരാണ് അതിഥികളായി ചേരുന്നത്. ആദ്യം നേമം ഷജീറിലേക്ക് പോവുകയാണ്. നേമം ഷജീർ, നമുക്കറിയാം, ഒരു മാസം കഴിയുന്നു സർക്കാർ അധികാരത്തിലെത്തിയിട്ട്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നായിട്ടുള്ള സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള KSRTCയിലുള്ള സൗജന്യ പദ്ധതി നടപ്പിലാക്കി. ആശാവർക്കർമാർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഏറെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിന് കൃത്യമായൊരു മറുപടി ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകുകയുണ്ടായി. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാർ 2016 ഇറങ്ങുന്ന സമയത്ത് 20-ൽ താഴെ ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നാണ് ഇവർ മദ്യവർജനം എന്ന് പറഞ്ഞുകൊണ്ട് ബാറുകൾ കൂട്ടത്തോടെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ന്യായങ്ങളൊക്കെ പറയുന്നത്. എങ്ങനെ കാണാം ഇതിനെ? നമുക്കറിയാം, ജനങ്ങളെ മുൻനിർത്തി മുന്നോട്ട് പോകുന്നൊരു സർക്കാരാണ് കേരളത്തിലെ UDF എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF പ്രകടന പത്രികയിൽ കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പാലിക്കുന്ന രീതിയിലേക്കാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നയവുമായി ബന്ധപ്പെട്ട് വീര്യം കുറഞ്ഞ മദ്യങ്ങൾ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് കുറയ്ക്കുന്ന നടപടിയാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ അതിൻ്റെ വ്യവസായ വാണിജ്യ താല്പര്യങ്ങൾ, അതിൻ്റെ ലാഭം മുൻകൂട്ടി കണ്ടുള്ള തീരുമാനങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദിരാ ഗ്യാരണ്ടി അത് പറഞ്ഞതുപോലെ നടപ്പിലാക്കാൻ UDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്ക് ടാക്സ് കുറയ്ക്കണമെന്നുള്ള തീരുമാനമെടുത്തതും ബക്കാഡിയുമായി കരാറുണ്ടാക്കിയതും ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അതുമാത്രമല്ല, മദ്യവർജനം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് 29 ബാറിൽ നിന്ന് 900 ബാർ തുടങ്ങിക്കൊണ്ടാണോ ഇവർ ഈ പറയുന്ന മദ്യവർജനം നടപ്പിലാക്കുന്നത് എന്ന ന്യായമായ സാമാന്യമായ ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ഇടതുപക്ഷം 10 വർഷം ഭരിക്കുന്ന സമയത്ത് ജനങ്ങളോട് നമ്മൾ ചോദിച്ച കാര്യങ്ങളാണ്, ജനങ്ങളുടെ മുന്നിൽ വെച്ച കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്ത് SMV സ്കൂളിൻ്റെ ഗേറ്റ് പൊളിച്ച് തൊട്ടടുത്തുള്ള ഒരു ബാറിന് വേണ്ടി ദൂരപരിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി പോലും സർക്കാർ ഇടപെട്ടു എന്നുള്ളതാണ്. വന്ന സമയത്ത് അവർ പറഞ്ഞത് ബാറുകൾ പൂട്ടി സ്കൂളുകൾ തുടങ്ങുമെന്ന് പറഞ്ഞതാണ് കേരളത്തിലെ ഇടതുപക്ഷം. അവസാനം നമ്മൾ കണ്ടത് സ്കൂളുകൾ പൂട്ടി ബാറുകൾ കൂടുതൽ തുടങ്ങുന്ന ഒരു സർക്കാരിനെയാണ്. അപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായത്തോടൊരു നീതി പുലർത്താത്ത ഒരു പക്ഷമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. മദ്യ ലോബികൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്നു. നമുക്കറിയാം, 12 മണി വരെ ബാറുകൾ തുറന്നു വയ്ക്കാനുള്ള അനുവാദം കൊടുത്തത് ആരാണ്? ഈ ഇടതുപക്ഷ സർക്കാരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനപ്പുറം ഈ മദ്യനിർമ്മാണശാല കേരളത്തിൽ കൊണ്ടുവരാൻ തീരുമാനമെടുത്തതും നടപ്പിലാക്കിയ സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന് എന്ത് ധാർമ്മികമായിട്ടുള്ള യോഗ്യതയാണ് UDFനെതിരെ പറയാനുള്ളത് എന്നുള്ള ന്യായമായ ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പാലക്കാട് മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം വന്നപ്പോൾ പഞ്ചായത്തിന് തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല എന്ന് പഞ്ചായത്തിൻ്റെ അധികാരത്തെ വെട്ടിക്കുറച്ചൊരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അതേസമയം ആന്തൂരിലെ സാജൻപാറയിൽ ഒരു വ്യവസായം തുടങ്ങാൻ, ഒരു ഓഡിറ്റോറിയം തുടങ്ങാൻ വന്നപ്പോൾ അവിടെ പഞ്ചായത്തിൻ്റെ അനുമതി കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ആ പാവപ്പെട്ട മനുഷ്യന് ജീവൻ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് മദ്യനയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള അവകാശവുമില്ല. കേരളത്തിലെ ചെറുപ്പക്കാരെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നതിന് വേണ്ടി മദ്യനിർമ്മാണശാല പോലും തുടങ്ങിയ ഒരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷം. അപ്പോൾ ആ സർക്കാരിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അവരുടെ നയം തെറ്റാണ്, അവരുടെ തീരുമാനം തെറ്റാണ്. അതുമാത്രമല്ല, അവരുടെ തീരുമാനവും പ്രവൃത്തിയും രണ്ടാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ മദ്യനയം തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത്. ശ്രീ ആയൂർ ബിജു, ഇവിടെ നമ്മളിപ്പോൾ ഒരു മാസം പൂർത്തിയാകുമ്പോൾ വന്നത് ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരുപടി കടന്നുകൊണ്ടാണ് ഈ പ്രിയദർശിനി 10 ലക്ഷം വനിതകളാണ് ഒരു ദിവസം തന്നെ യാത്രാ സൗകര്യം പ്രയോജനപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തൂഫാൻ, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം അപ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അറിയുന്നത്. 3000-ഓളം പേർ അറസ്റ്റിലായ ഈ തുച്ഛമായ ദിവസങ്ങൾക്കുള്ളിൽ 3000-ഓളം പേർ അറസ്റ്റിലായി. ഇത്രയധികം ലഹരി പദാർത്ഥങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനിയും ഒരുപാട് പേർ അറസ്റ്റിലാവേണ്ടതുണ്ട്. പിന്നെ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് വിട്ടതടക്കം, അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ വാഹനം സംബന്ധിച്ച്, അതായത് ഈ പറഞ്ഞ പോലെ 19 വാഹനങ്ങളുടെ അകമ്പടിയോടെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ പോകുന്ന സ്ഥാനത്ത് ഇപ്പോൾ പൈലറ്റും എസ്കോർട്ടും മാത്രമാക്കിക്കൊണ്ട് ചെലവ് ചുരുക്കുന്ന അത്തരത്തിലുള്ള നടപടികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ആർജവത്തോടു കൂടി ഒരു മാസം കൊണ്ട് നിലപാടുകൾ എടുക്കുന്നു, വളരെ വേഗതയിൽ കാര്യങ്ങൾ എത്തിക്കുന്നു. ആ സമയത്ത് എന്തിനാണ് ഇത്തരത്തിൽ അനാവശ്യ തർക്കങ്ങളും അല്ലെങ്കിൽ അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങളും എന്തുകൊണ്ട് LDF ഭാഗത്തു നിന്നുണ്ടാകുന്നു? അല്ല, ബഹുമാനായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി
വി.ഡി. സതീശൻ അവർ കേരളത്തിന് ഉതകുന്ന ചില നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നത് പൊതുസമൂഹം അംഗീകരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അവർ നടപ്പിലാക്കുന്ന പദ്ധതികൾ അതൊരു വിസ്മയമായി നിലനിൽക്കുമോ അതോ അതേപടി അവർക്ക് നടപ്പിലാക്കാൻ സാധ്യമാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നടത്തിയ ചില നയപരിപാടികൾ അതിൽ പിഴവുണ്ട് എന്ന് ഇവിടെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ വക്താവ് ഷജീർ ഉൾപ്പെടെ പറയുമ്പോൾ അങ്ങനെ ആ 10 വർഷക്കാലം അവർ നടപ്പിലാക്കിയ പദ്ധതികളിലെ പിഴവുകൾ തികറ്റാൻ അല്ലെങ്കിൽ അത് തിരുത്തുവാൻ ഈ പറയുന്ന ഗവൺമെൻറ് സജ്ജമാണോ? നിങ്ങൾ തന്നെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞു 29 ബാറുകളെ 900 ബാറുകളാക്കി മാറ്റിയെങ്കിൽ അതിനെ തിരിച്ച് 0 കൊണ്ടുവരുവാനുള്ള ധൈര്യം ഈ ഗവൺമെൻറ്റിന് ഉണ്ടോ എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നു. തമിഴ്നാട്ടിൽ 550, ഓർമ്മ ശരിയാണെങ്കിൽ 550ഓളം ബാറുകൾ നിർത്തലാക്കി അവിടുത്തെ മുഖ്യമന്ത്രി, അവിടുത്തെ മന്ത്രിസഭ. 29 ആക്കിയത് ഞങ്ങളാണ്. അല്ല, നിങ്ങളാക്കിയോ? നിങ്ങൾ 29 0 കൊണ്ടുവരൂ. ഇവിടെ അതെ, ഒരു കാലത്ത് നിങ്ങളുടെ ഇതേ ഈ 29 ആക്കിയ കാലഘട്ടത്തിലാണ് നിങ്ങളുടെ ഗവൺമെൻറ്റിനെ ഇവിടെ നിഷ്കാസിതമായത്. അന്ന് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ AK ആന്റണി സാറിൻ്റെ കാലഘട്ടമാണെന്ന് തോന്നുന്നു. നിങ്ങൾ ചാരായ നിരോധനം നടപ്പിലാക്കിയപ്പോൾ നിങ്ങളുടെ സർക്കാരുകൾ ഇല്ലാതായി. ഇവിടെ ഞങ്ങളിതിനെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ എന്നുള്ളതല്ല. ഇനി ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികളെയൊക്കെ ഷജീർ വളരെ ഇതായിട്ട് പറഞ്ഞു. PSCയുടെ ശമ്പളം വർദ്ധിപ്പിച്ചു എന്ന്. നിങ്ങളത് കുറയ്ക്കൂ. എന്തേ നിങ്ങൾ കുറച്ചിൽ ഒരു മാസമായില്ലേ? അല്ല, ഇതെല്ലാം ഇപ്പോൾ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസമല്ലേ ആകുന്നുള്ളൂ. ഈ ഒരു മാസത്തിനകത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാനാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തീരില്ല. നിങ്ങൾ അരമണിക്കൂറിന് പറയുകയല്ല. ഞാനിപ്പോൾ ഷജീർ ഉപയോഗിച്ചു കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്. ഇനി ബാറുകളുടെ സമയം 12 മണി വരെ ആക്കിയെങ്കിൽ എന്തേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന അതേ ദിവസം പ്രഖ്യാപിക്കുന്നത് ബാറുകൾ 4 മുതൽ 10 മണി വരെ അല്ലെങ്കിൽ 7 മണി വരെ മതിയെന്ന്? എന്താണ് അമാന്തിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ എക്സൈസ് മന്ത്രി ലിജു? എന്താണ്? അല്ലല്ല, എക്സൈസ് മന്ത്രി അത് കൃത്യമായി അത് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. എന്തിന് കൃത്യമായിട്ട് പറഞ്ഞു? നിങ്ങൾ തീരുമാനമെടുക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള പേന, നിങ്ങളുടെ നിയമം, നിങ്ങളുടെ ഉദ്യോഗസ്ഥരെ വിളിച്ച് നാളെ മുതൽ ഒറ്റ. അല്ല, ഇപ്പൊ ആയുർവേദ് പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് തന്നെയാണ്. ചെയ്തത് തെറ്റാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നുന്നുണ്ട് എങ്കിൽ എന്താ നിങ്ങൾ തിരുത്താത്തത്? മദ്യം ഗവൺമെന്റ് മേഖലയിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പ്രിയപ്പെട്ട നിയമം ഷജീർ പറഞ്ഞു. സർ, ഇന്നാണ് ആ ജവാൻ ഉൽപ്പാദനം മുടങ്ങിക്കിടന്ന് ഇന്നാണ് തുടങ്ങിയത്. ഷജീർ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ സുഹൃത്താണല്ലോ, നിങ്ങളുടെ അടുത്ത സുഹൃത്താണല്ലോ പ്രിയപ്പെട്ട നമ്മുടെ മന്ത്രി ലിജു. അദ്ദേഹത്തെ ഇന്ന് തന്നെ ഞാനോട് വരാം, കേൾക്കൂ സാർ, ഞാനോട് വരാം. ഇന്ന് പോയിട്ട് ആ ജവാന്റെ ഉൽപ്പാദനം നിർത്തിവെക്കാൻ പറയാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? എന്റെ വണ്ടിക്കകത്ത് കൊണ്ടുപോകാം, എന്റെ ചെലവിൽ ഞാൻ കൊണ്ടുപോകാമെന്നേ. ഇവിടെ അടുത്തല്ലേ നിയമസഭ? അല്ലല്ല, അതെല്ലാം പറയാം, അതിലേക്ക് വരാം. ഈ ഒരു മാസം കൊണ്ട് ഇതെല്ലാം പൂർത്തിയാക്കി എല്ലാം ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും പറ്റില്ല. ഒരു മാസമായ സർക്കാരാണ്. ഇന്നത്തെ ഉൽപാദനം വേണ്ടെന്ന് വെച്ചാൽ മതി. ജവാന്റെ അല്ലെങ്കിൽ മിന്നൽ 2 സാധനമാണെന്ന് തോന്നുന്നു, നിർത്താൻ പറയൂ. ഇന്ന് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരി? ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ 3000-ലധികം പേരെ പിടികൂടി. അതോടൊപ്പം തന്നെ മിഷൻ സമുദ്ര സംസ്ഥാനത്തെ തീരദേശങ്ങളെയും നദികളെയും കായലുകളെയും രാജ്യാന്തര വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിയിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ കേരള നിയമസഭയുടെ സ്പീക്കർ ആദ്യമായി 3.5 പതിറ്റാണ്ടിന് ശേഷം ഒരു വനിതയെ തെരഞ്ഞെടുത്തു. അങ്ങനെ ഓരോ വിപ്ലവാത്മകമായ അല്ലെങ്കിൽ ഓരോ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. ഈ മിഷൻ സമുദ്ര എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഏവിയേഷൻ ഹബ്ബോ, സ്പേസ് എക്കണോമി, ഇൻവെസ്റ്റ് കേരള, സദേൺ കേരള എക്കണോമിക് കോറിഡോർ, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ, ഇതിനൊന്നും ഞങ്ങൾ എതിരല്ല. ഇതൊക്കെ കേരളത്തിന്റെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാവനയെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അദ്ദേഹം ഇതൊക്കെ കേരളത്തിന് വേണ്ടി ചെയ്ത് കേരളത്തെ വലിയൊരു ഹബ്ബാക്കി കേരളത്തെ ലോകോത്തര മേഖലയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ അതിനെ ഞങ്ങൾ ശ്ലാഘിക്കുന്നു. പക്ഷെ അതേസമയം അതിനാനുപാതികമായി ഈ സമ്പത്ത് എവിടുന്ന് കണ്ടെത്തും എന്നും കൂടി പറയേണ്ടതുണ്ട്. ഈ ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് 5000 ലക്ഷം കോടിയുടെ കടമുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം അവനവന്റെ വീട്ടിലെ കടം തീർത്തിട്ട് വേണം മറ്റു കടം. അല്ല, ആരാണ് ഇത്രയും കടമാക്കി മാറ്റിയത്? അത് വരാം. ബജറ്റ് ശ്രീ അഡ്വക്കേറ്റ് RS രാജീവിലേക്ക് പോവുകയാണ്. RS രാജീവ്, ഇപ്പോൾ നിയമസഭയിൽ 3 പ്രതിനിധികൾ നമുക്കറിയാം 2016 ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരംഗം പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ 3 പേർ
ചാത്തന്നൂരും കഴക്കൂട്ടത്തും തിരുവനന്തപുരത്തുമായിട്ട് 3 പേർ ഇപ്പോൾ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ഈ മദ്യനയത്തിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞതും മദ്യനയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞതും ഒന്നും ഭാരതീയ ജനതാ പാർട്ടിയോ അനുബന്ധ പ്രസ്ഥാനങ്ങളോ അല്ല. മറിച്ച് അതിൻ്റെ വകുപ്പ് മന്ത്രി, എക്സൈസ് മന്ത്രിയാണ് പറഞ്ഞത്. അതിനകത്ത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഒരു പദ്ധതിയായി അത് മാറുകയാണ്. അവിടെയാണ് BJP അതിനെ കാണുന്നത്. കാരണം ഇന്നലെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് നികുതി നിർദ്ദേശം മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഞാനൊന്ന് കേൾക്കുന്നത്, വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറയ്ക്കുമ്പോൾ അതുവഴി വരുന്ന സാമ്പത്തികം, ആ സാമ്പത്തികം എത്രയാണെന്നുള്ള കണക്കെടുത്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബഡ്ജറ്റേ പൊള്ളത്തരമാണെന്ന് ഇതിലൂടെ തെളിയുകയാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ, അതേ ബാക്കിയുള്ളവരെ മണ്ടനാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ ഓക്കെ. അതല്ല അയാൾ പറഞ്ഞത്, കേരളത്തിലെ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പറഞ്ഞത് നികുതി നിർദ്ദേശം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ബഡ്ജറ്റിനെ കുറിച്ച് സംശയമുണ്ട്. തീർച്ചയായിട്ടും ബഡ്ജറ്റിനെ കുറിച്ച് സംശയമുണ്ട്. കാരണം ഏതാണ്ട് 20,500 രൂപ അധിക ബാധ്യതയുള്ളൊരു ബഡ്ജറ്റാണ്. അവിടെ ചില പ്രദേശങ്ങൾ തൊട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മത്സ്യബന്ധന മേഖലയ്ക്ക് കൊടുത്തുള്ള 50 കോടി രൂപയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മത്സ്യബന്ധനം ഇപ്പോൾ കർക്കിടക മാസമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം, കടലുകൾ പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ മുതലപ്പുഴ തൊട്ടല്ല വേളി തൊട്ട് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 3 മീറ്ററോളമാണ് കടൽ കയറിയത്. നിരവധി വീടുകൾ പോയി. അപ്പോൾ കടൽ ഭിത്തി നിർമ്മിക്കുവാനോ ഇപ്പോൾ മുതലപ്പുഴ ഉൾപ്പെടെയുള്ളിടത്ത് പ്രശ്ന പരിഹാരത്തിനോ ഒന്നും തികയുന്നൊരു ഫണ്ടല്ല ഇതിനകത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. നെൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ആകെ കിട്ടുന്ന 30 രൂപയാണ്. അതിൽ 24 രൂപ 4 പൈസ കൊടുക്കുന്നത്, 30 രൂപയിൽ 24 രൂപ 4 പൈസ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇവിടെ 5 രൂപ 42 പൈസയെ വരുന്നുള്ളൂ. അപ്പോൾ നെൽ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമില്ല അവരെ താങ്ങായിട്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ വിസ്മയിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ്? സ്വകാര്യ മേഖലയിൽ നിക്ഷേപം കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി ഇതിനകത്ത് ആവിഷ്കരിച്ചില്ല. കാരണം കേരളം ഈ പറഞ്ഞ കണക്ക് കിഫ്ബി എല്ലാം കൂടെ എടുക്കുമ്പോൾ 80,112 കോടി രൂപയുടെ കടം ഈ ബഡ്ജറ്റ് കൂടെ വരുമ്പോൾ ഉണ്ട്. പക്ഷെ എങ്ങനെ ഈ വിഭവങ്ങളുടെ സമാഹരണം നടത്തും എന്നുള്ളത് ഒരിടത്തും അല്ല. ഈ സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരാൻ എല്ലാ വകുപ്പിലും ഫിനാൻസ് അഡ്വൈസറെ നിയമിച്ചു. അതെ, അത് വച്ചിട്ട് ഞാൻ പറയട്ടെ, അത് വച്ചു, ഓക്കെ. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ഇനി 7 മാസമാണുള്ളത്. 7 മാസമാണുള്ളത്. ആ ബഡ്ജറ്റിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി വിഭവങ്ങളുടെ സമാഹരണം, എങ്ങനെ നിക്ഷേപങ്ങൾ ഇവിടെ കൊണ്ടുവരും, ചെറുപ്പക്കാരുടെ തൊഴിലിനെ കുറിച്ച് പറയുന്നത്, പക്ഷേ എങ്ങനെ സാധ്യമാക്കും എന്നതിനെ കുറിച്ചില്ല. ഷജീറിലേക്ക് വന്ന ഓപ്പറേഷൻ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല അതിൻ്റെ വളരെ വേഗതയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ അന്യ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത് കൂടുതലായി ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഇത്തരത്തിൽ BJP കൂടി ഇത് പങ്കാളിയാണ്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുന്നായിട്ട് ഈ ബഡ്ജറ്റിലൊന്നുമില്ല എന്ന് രണ്ടുപേരും പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ബഡ്ജറ്റ് കാഴ്ചപ്പാടില്ല, അത് കൃത്യമായി പറഞ്ഞു തന്നെ പോകുന്നത്. കാരണം ഇത് ജനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ശരിക്കും ബഡ്ജറ്റിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സാധ്യതകൾ എന്താണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ആ സാധ്യത എങ്ങനെ ഉപയോഗിക്കാമെന്ന് തിരിച്ചറിഞ്ഞ് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് UDF ഗവൺമെൻറ് വളരെ വ്യക്തമായി, ഇപ്പം ഉദാഹരണത്തിന് മിഷൻ സമുദ്ര അടക്കമുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചത്, ഏവിയേഷൻ ഹബ്ബ് അടക്കമുള്ള, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരള സെൽ അടക്കമുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇതെന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണെങ്കിൽ അതെന്താണെന്ന് തിരിച്ചറിയാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിൽ സംസാരിക്കുന്നത്. ഇവിടെ മിഷൻ സമുദ്ര എന്ന് പറയുന്നത് എന്തിനാണ്? അങ്ങനെ ഒരു പേര് കൊണ്ട് ഒരു സമുദ്ര മിഷൻ എന്ന് പറയുമ്പോൾ എന്തോ എല്ലാ കാലത്തും പ്രഖ്യാപിക്കുന്നത് പോലെ ഒരു പദ്ധതിയായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് 600 കിലോമീറ്റർ ദൂരമുള്ള തീരദേശം അല്ലെങ്കിൽ കടൽ തീരമാണ്. അപ്പോൾ ആ കടൽ തീരത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷനാണ്, അല്ലെങ്കിൽ യാത്രാ സമയം എങ്ങനെ സമയം ലാഭിക്കാമെന്ന് ചിന്തിച്ചാണ് പുതിയ തലമുറ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു അന്താരാഷ്ട്ര തുറമുഖമുണ്ട് വിഴിഞ്ഞത്ത്, കൊച്ചിയിൽ തുറമുഖമുണ്ട്, അങ്ങനെ 10-25 അല്ലാത്ത ചെറുതും വലുതുമായിട്ടുള്ള പോർട്ടുണ്ട്. അപ്പം കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ ചെറിയ ചെറിയ പോർട്ടുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കടൽ പാത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ കടൽ പാതയിലൂടെ ചരക്ക് നീക്കം വളരെ ലളിതമായിട്ടും എളുപ്പത്തിലും പിന്നെ ചീപ്പ് റേറ്റിലും ചെയ്യാൻ പറ്റുമെന്ന് കാണുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ ഹബ്ബായി മാറാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത് ഇപ്പം 400 കോടി രൂപയാണ് അതിനു വേണ്ടി ബഡ്ജറ്റിൽ മാറ്റി വെച്ചിരിക്കുന്നത്. ഇവർ വിസ്മയം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേണമെങ്കിൽ 4000 കോടി ആയിട്ട് മറ്റേ CPM 11,000 കോടി രൂപയുടെ തീരദേശ സംരക്ഷണ ഭിത്തി കെട്ടാൻ എന്ന് പ്രഖ്യാപിച്ചതുപോലെ UDF പ്രഖ്യാപിച്ചില്ല. പ്രായോഗികതയിൽ ഊന്നിയതാണ്. 400 കോടി രൂപ മതിയാവും. ഈ 400 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കടൽപാതയുണ്ടായി ആ ചരക്ക് നീക്കം വളരെ എളുപ്പത്തിൽ നടക്കുമ്പോൾ ഒരു വ്യവസായ മേഖലയായി മാറുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം ഇതിനേക്കാൾ ഇരട്ടിയാണ്. അപ്പം ഇത് അതാണ് കേരളത്തിൻ്റെ സാധ്യത. കേരളത്തിൽ വേറെ ഇപ്പം തോക്ക് നിർമ്മാണമോ പിന്നെ ബോംബ് നിർമ്മാണമോ നടത്തി ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെ വരുമാന മാർഗം എങ്ങനെ കൂട്ടാം എന്നുള്ളതിൻ്റെ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുന്നതാണ്. എന്തിനാണ് ഏവിയേഷൻ, എന്താണ് ഏവിയേഷൻ ഹബ്ബ് എന്ന് പോലും മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിമാനങ്ങൾ യാത്രക്കാർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്.
ഈ വിമാനങ്ങളെ കാർഗോ ഷിപ്മെന്റിന് വേണ്ടി, ലോജിസ്റ്റിക് ഷിപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പം വലിയ വലിയ വസ്തുക്കളല്ല. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ഒരു ചെറിയ ഉദാഹരണമായിട്ട്, ഇപ്പം 4 ഇൻ്റർനാഷണൽ എയർപോർട്ട് കേരളത്തിലുണ്ട്. അത് 4 എയർപോർട്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ശീതീകരിച്ച ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി കേരളത്തിൽ കൊണ്ടുവന്ന് വിദേശ കമ്പനികളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും. അതായത് ഇപ്പം വിമാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഷിപ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് മരുന്നുകളാണ്. ഈ മരുന്നുകൾ കാലങ്ങളോളം മാസങ്ങളോളം എടുത്ത് ഇവിടെ എത്തിക്കാൻ പറ്റില്ല. ആവശ്യപ്പെട്ട 2-3 ദിവസത്തിന് വലിയ വിലപിടിപ്പുള്ള മരുന്നുകളും വാക്സിനുകളൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ഷിപ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി വേണം. അതിനുവേണ്ടി 200 കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 2000 കോടി എന്ന് പറഞ്ഞാൽ അത് വിസ്മയാവും. 200 കോടി മതി. അപ്പോൾ മരുന്ന് കമ്പനികൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമായി കേരളം, അത് സുരക്ഷിതമായി പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനും പെട്ടെന്ന് മറ്റു രാജ്യങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലോജിസ്റ്റിക്സ് ഫെസിലിറ്റി കേരളത്തിൽ കൊണ്ടുവരികയാണ്. യാത്രക്കാരെ മാത്രമല്ല. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സാധ്യതകളെ പഠിച്ച് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ വരുമാനം വലുതാണ്. ഇനി അതുപോലെ തന്നെ വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കേരള സെൽ എന്താണത്? നമ്മൾ സാധാരണ വ്യവസായികളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു മീറ്റിംഗ് വിളിക്കും, ബിസിനസ് മീറ്റിംഗ് വിളിക്കും. എന്നിട്ട് പറയും നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വരൂ എന്ന് പറയും. അതിനപ്പുറം ഒരു പഠനവും നടത്തുന്നില്ല. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കേരള മീറ്റ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ ഡ്രിവൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് ആവശ്യമെന്ന് നമ്മൾ പഠിക്കും, ശാസ്ത്രീയമായി പഠിക്കും. അപ്പോൾ അടുത്ത 5 കൊല്ലത്തിനകത്ത് വളരാൻ പോകുന്ന ലോജിസ്റ്റിക് മേഖലയിൽ വളരാൻ പോകുന്ന കമ്പനി അത്, അല്ലെങ്കിൽ IT മേഖലയിൽ വളരാൻ പോകുന്ന കമ്പനി ഏത്, ആ കമ്പനിയാണ് നമ്മൾ സമീപിക്കേണ്ടത്. ഏത്? വിവരങ്ങളുടെ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ. കേരളത്തിൽ അതിനകത്ത് ഇൻപുട്ട് ഉണ്ട്. ഇങ്ങനെ അല്ലല്ലോ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര 100 കണക്കിന് ബ്രെയിൻസ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, മാനേജ്മെൻറ്റ്സ് ഉണ്ട്, നേഴ്സുമാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എഫക്റ്റീവായിട്ടുള്ള ഗുണപരമായിട്ടുള്ള തൊഴിലാളികൾ കേരളത്തിലുണ്ടാവും. ആയുർബിജു ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ബജറ്റിൽ ഈ പറഞ്ഞ പോലെ അതിഭാവുകത്വങ്ങളില്ല, തോമസ് ഐസക്കിനെ പോലെ വലിയ കോടികളെടുത്ത് വീശുന്ന പ്രഖ്യാപനങ്ങളില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ തന്നെ ഈ ബജറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇതൊക്കെ നടക്കുമോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. പണ്ടങ്ങനെ ആയിരുന്നില്ല. ഒരു ബജറ്റ് കഴിയുമ്പോൾ പ്രതിപക്ഷമൊക്കെ പറയുന്നത് ഇതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങൾ, അങ്ങനെ ഒരു വാക്ക് ഒരു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അത് തന്നെയാണ് ഇതിൻ്റെ വിജയവും. കേരളത്തിൻ്റെ തനത് കടം നിലനിൽക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന പ്രോജക്റ്റുകൾ വരുന്നു. ഇത് നടപ്പിലാക്കാനുള്ള പണം എവിടെ നിന്ന്? കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ KN ബാലഗോപാൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിങ്ങളിതിന് എവിടുന്ന് പൈസ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ പ്ലാൻ ബി ഉണ്ടെന്ന്. കേൾക്കൂ സാർ, പ്ലാൻ ബി ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 5 വർഷക്കാലം അല്ലെങ്കിൽ 10 വർഷക്കാലം ഭരണം നടത്തിയപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ബി പദ്ധതിയായാലും ഞങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട്. ഇനി ഈ പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി, നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി, അദ്ദേഹം പറയുന്നു പൊതുജനങ്ങളിൽ ഞങ്ങൾ പണം സമ്പാദിച്ച് നടത്തും. എങ്ങനെ, ഏത് രീതിയിൽ? ഇനി ഈ പൊതുജനം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പദ്ധതികളെല്ലാം പാടില്ലേ? യൂസഫ് അലി പൈസ മുടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആര്? അല്ലെങ്കിൽ രവിപ്പിള്ള പൈസ മുടക്കാമെന്നുണ്ടോ? അതോ ആംസ്റ്റർ സിറ്റി മുടക്ക? ആരും പറഞ്ഞില്ല. ഇനി ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തി ഞങ്ങൾ പൈസ മുടക്കും എന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റേഴ്സ് നമുക്കറിയാം. പണ്ട് സാബു പോയി, 2020 സാബു കേരളത്തിൽ നിന്ന്, അത് എന്തിൻ്റെ പേരിലായാലും അതേ ഇവിടുന്ന് പോയി. തിരിച്ചു കൊണ്ടുവരുവാൻ സാധ്യമാകുമോ? അപ്പോൾ എവിടെ നിന്ന് ഈ പണം കണ്ടെത്തി ഈ ബഡ്ജറ്റ് നടപ്പിലാക്കും ഒന്നാമത് ഉത്തരം നമ്മുടെ പൈലറ്റ് വാഹനങ്ങൾ കുറച്ചു. നമ്മള് ഒരുപാട് കാണിച്ച ആഡംബരങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ളത് ഭരണപരമായിട്ടുള്ള മിസ്മാനേജ്മെന്റ്, സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ ക്രമക്കേടുകൾ, അല്ലെങ്കിൽ ലോക കേരള സഭ, അഡ്വക്കേറ്റ് RS രാജീവ് ഈ പറഞ്ഞ പോലെ BJPയുടെ കേന്ദ്ര ഫണ്ടിൻ്റെ അഭാവം നമുക്കറിയാം. വയനാട് ദുരന്തത്തിലടക്കം, അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഈ പ്രളയമടക്കം വന്നപ്പോഴും BJPയുടെ സമീപനം കേരളത്തോടുള്ളത് ഒരു വിമുഖത നിറഞ്ഞതായിരുന്നു. അല്ല, ഒരു മാസമായ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നാളിതുവരെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേന്ദ്ര സർക്കാർ കൊടുത്ത പദ്ധതി വിഹിതങ്ങൾ, ആ വിഹിതത്തിന്റെ ധവളപത്രം ഇറക്കാൻ തയ്യാറുണ്ടോ? കൊടുത്ത പൈസകളുണ്ട്. അവസാനം ഇറങ്ങിയപ്പോൾ ശിവൻകുട്ടി വാങ്ങിച്ചു 18 കോടി. PM ശ്രീ അല്ലെന്നേ ഉള്ളൂ. 2 തർക്കത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ പദ്ധതികളും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു കാര്യം ചെയ്താൽ അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യണം. ഇവിടെ സോഷ്യൽ ഓഡിറ്റ് നടന്നിട്ടില്ല. ഒരു പദ്ധതികൾക്കും സോഷ്യൽ ഓഡിറ്റ് നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ ഫണ്ട് കൊടുക്കും? കൊടുത്ത ഫണ്ടുകളെ കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. മുതലപ്പോഴേക്ക് 177 കോടി രൂപ അനുവദിച്ചു. എന്ത് ചെയ്തു ഈ സർക്കാർ? PM ശ്രീ ചർച്ച ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ PM ശ്രീയെ കുറിച്ച് പറയുമ്പോൾ ഇവരൊക്കെ മക്കൾ പഠിക്കുന്നത് NCERT-യിലാണ്. അത് പഠിക്കുകയാണ്. ഇവരൊക്കെ മക്കൾ വേണം. കൂലിത്തൊഴിലാളികളെ, പാവപ്പെട്ടവരെ നല്ല സ്റ്റാൻഡേർഡായിട്ട് പഠിക്കാൻ അവർ അനുവദിക്കുന്നില്ല. ഇതാണ് ഇവരുടെ നയം. പണ്ടേ ഉള്ള CPM നയമാണ്. ഈ ഇദ്ദേഹം പറഞ്ഞു അവിടെ എവിടെയാണ് ലാഭം ഉണ്ടായെന്നാണ്. KSRTC ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നേ?
KSRTC പൊതുഗതാഗതമാണ്. പണ്ട് അത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനമല്ല. പക്ഷേ അതിന് റണ്ണിങ്ങിൻ്റെ സാധനം ഉണ്ടാക്കും. അതിന് ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിനകത്ത് 2 മുന്നണികളുമാണ് പൊതുകടം ഉണ്ടാക്കി വെച്ചത്. അതിൽ നിന്ന് ഇവർക്ക് 2 പേർക്കും മാറാൻ പറ്റില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതായത് ഈ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ സന്ദർശനം നടത്തുന്നു, നയതന്ത്ര ഇടപെടൽ നടത്തുന്നു, ട്രംപുമായിട്ടൊക്കെ അടക്കം വലിയ ബന്ധങ്ങളുണ്ടാകുന്നു. ഇത് ഈ പറഞ്ഞതുപോലെ അതെ ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഹോർമൂസ് ഇടനാഴി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലും അല്ലെങ്കിൽ സാധാരണക്കാരെ ബാധിക്കുന്ന അടുക്കളയിലേക്ക് നേരിട്ടെത്തുന്ന ഇന്ധന പ്രതിസന്ധി അല്ലെങ്കിൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളത് വസ്തുത തന്നെയല്ലേ? ഞാൻ കേൾക്കട്ടെ, ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിനകത്ത് ഹോർമൂസ് തുടങ്ങിയാണ് നമുക്ക് ഇന്ധനം വരുന്നത്. അതിൽ ഇടപെട്ടുകൊണ്ടാണല്ലോ വലിയ തോതിൽ വിഷയമുണ്ടാക്കാതെ ഇവിടെ സാധനങ്ങൾ എത്തിക്കാൻ സാധിച്ചത്. ഇപ്പോഴും ഇന്നലെയും വന്നു 55 കപ്പൽ ഇന്ത്യയിലേക്ക്. അനിയന്ത്രിതമായ വിലക്കയറ്റവും ഈ പെട്രോൾ അനിയന്ത്രിതമായിട്ട് ഞാൻ കേട്ടെ, അനിയന്ത്രിതമായ വിലക്കയറ്റം കേരളത്തിലെ വിലക്കയറ്റത്തിന്റെ തോത് അനുസരിച്ചിട്ട് വേറെ ഏത് സ്റ്റേറ്റിലാണുള്ളത്? കേരളത്തിന്റെ വിലക്കയറ്റം എത്രയാണ്? ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഈ ബഡ്ജറ്റിൽ അഡ്രസ് ചെയ്തിട്ടില്ലല്ലോ കേരളത്തിന്റെ വില. തോന്നിയ വിലക്കല്ല ഈ കടകളെല്ലാം. ഞാൻ കേട്ടെ, ഈ നിയമസഭ ഷജീർ നടന്നു പോകുമ്പോൾ ഷജീർ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയം വിട്ടോ, ഷജീർ രാഷ്ട്രീയം വിട്ടിട്ട് സംസാരിക്കട്ടെ. വ്യക്തിപരമായിട്ട് ഇവിടത്തെ ഒരു 10 കടയിൽ കയറിട്ട് 10 കടയിലെ 10 ഓരോ കടയിലും ഒരു സാധനത്തിന്റെ വില എത്രയാണ്? ആര് നിയന്ത്രിക്കും? ആരാണ് നിയന്ത്രിക്കുന്നത്? വിലക്കയറ്റം ഇത്രയും ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ആദ്യം തമിഴ്നാട്ടിൽ നിന്ന് കളിക്കവള എത്തുമ്പോഴത്തേക്ക് 2 രൂപ തക്കാളി അതിൽ വിലക്കയറ്റം എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളതിന്റെ സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ വരുമാനം കൂട്ടുന്ന മാർഗങ്ങളാണ്. അതിനെപ്പോലെ അവർ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ വരുമാനം വർദ്ധിപ്പിച്ച് മാത്രമേ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് വിലക്കയറ്റം നിയന്ത്രിക്കുന്നത്? നമ്മൾ സബ്സിഡി കൊടുത്തുകൊണ്ട് ഇപ്പം 5 ലക്ഷം പൊതുകടമുള്ള ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് സബ്സിഡി കൊടുക്കാൻ കഴിയുന്നത്? അപ്പൊ സംസ്ഥാനത്തിന്റെ വരുമാനം കൂട്ടാൻ വേണ്ടിയുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും നല്ല ബജറ്റാണ് അവതരിപ്പിച്ചത്. ആ ബജറ്റ് എന്തെന്ന് പോലും മനസ്സിലാക്കി KSRTCയിലെ സൗജന്യം തന്നെ ഈ പറഞ്ഞ പോലെ ഈ വരുന്ന തുക ഇത് വിപണിയിലേക്ക് തന്നെ ഇറങ്ങുകയാണ്. അതുവഴി തന്നെയാണ് ഇതിന്റെ ക്രയവിക്രയങ്ങൾ വഴിയാണ് ഇതിന്റെ ഒരു വർധനവിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് 5 ലക്ഷം പൊതുകടം നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ അവസ്ഥയാണ്. നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട്. പഠിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് വിപണിയിൽ ഇടപെടാനോ ഈ പറഞ്ഞതുപോലെ എല്ലാ പദ്ധതികളും നിർത്താനോ ഒന്നും കഴിയില്ല. പക്ഷെ നമ്മൾ നിലപാടിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യണം. അപ്പൊ ഞാൻ പറയുന്നത് ഈ നമ്മൾ പല നിലപാടുകൾ എടുത്തിട്ട് PMC അടക്കമുള്ള പദ്ധതികൾ നമ്മൾ എതിർത്തതെന്നാണ്. അതിന് ആത്മീയമായ പഠന കേന്ദ്രമായി മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശയപരമായിട്ടുള്ള പോരാട്ടമാണ്. രാജ്യത്തെ വർഗീയവാദികളുടെ മുന്നിൽ കൊണ്ടുവയ്ക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന മോഹൻ ഭഗവത് ഇരുന്ന് രാജ്യത്തെ കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്ന ആശയപരമായിട്ടുള്ള ഫൈറ്റാണ്. അല്ലാതെ എല്ലാ പദ്ധതികൾക്കും എതിരല്ല. അപ്പൊ ഇനി അത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ കേരള മോശമാണ്, ശരി LDF ആണെങ്കിൽ UDF ആണെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയാണ് ഞാൻ തുറന്നു കാട്ടിയത്. നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്. ഈ രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് വിദേശ രാജ്യങ്ങളായി മാറുന്ന ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഈ എണ്ണ ഇപ്പൊ ഇന്ത്യയിൽ എണ്ണ ആരെടുത്ത് റഷ്യയിൽ നിന്ന് വാങ്ങണമോ വേണ്ടയോ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നത് ഈ രാജ്യത്ത് എപ്പോൾ യുദ്ധം നടക്കണം, അല്ലെങ്കിൽ യുദ്ധം നടന്നാൽ എങ്ങനെ അവസാനിക്കണം, പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ടാണ് നിർത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രാജ്യത്തിന് ആഭ്യന്തരമായി അധികാരം അല്ലെങ്കിൽ ആഭ്യന്തരമായി ഇന്ത്യക്കെതിരെ പറയുന്നതാണോ വലിയ തർക്കത്തിലേക്ക് കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ ഈ ബജറ്റിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അതൊക്കെ വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പഠനങ്ങളും ഒക്കെ നടന്നു വരികയാണ്. 1 മാസം കഴിഞ്ഞൊരു സർക്കാരാണ്. സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ 1 മാസം കൊണ്ട് എല്ലാം നിർത്തി പഴയതുപോലെ ആക്കാനൊന്നും ഒരു സർക്കാരിനും ലോകത്തൊരു സർക്കാരിനും സാധ്യമല്ല. പക്ഷേ അത് കൃത്യമായ രീതിയിൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ലേ? അല്ല, നിങ്ങളത് പറയുമ്പോഴും പല പദ്ധതികൾ ഈ 1 മാസത്തിനകത്ത് ഗവൺമെന്റ് നടപ്പിലാക്കി. ജനപ്രിയങ്ങളായ പല പദ്ധതികളും ഈ പറയുന്ന ബഹുമാനായ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കി. ഞാനത് പറഞ്ഞോളൂ, സമാനമായിട്ട് ആ പദ്ധതികൾ കൊള്ളില്ല എങ്കിൽ നിർത്തലാക്കാൻ പറ്റും. ഇവിടെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഏതോ നേതാവ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നമുക്ക് ഏറ്റവും ആശയ്ക്ക് വകയുള്ളതാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എതിർത്ത ഒരു പദ്ധതിയും ഞങ്ങൾ അംഗീകരിക്കില്ല, നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വളരെ ആശയ്ക്ക് വക തരുന്നതാണ്. അത് തന്നെ വേണം, അത് തന്നെയാകണം ഒരു ഗവൺമെൻറ്. അതിനോടൊപ്പമാണ് ഞാൻ നേരത്തെ BJPയുടെ വക്താവ് പറഞ്ഞ ഒരു കാര്യം. കേരളത്തിൻ്റെ കടം പറഞ്ഞപ്പോൾ ഞാൻ കേന്ദ്ര കടം സംബന്ധിച്ച് ഒരു വാചകം പറഞ്ഞു. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഞാൻ നാളെ വേണമെങ്കിൽ അവരുടെ BJP ഓഫീസുണ്ട് ഇവിടെ, അവിടെ ചെന്നിട്ട് മാരാർ ഭവനിൽ ചെന്നിട്ട് ഇത് കാണിക്കാം. അവർ ഞങ്ങളൊരു ചെറിയ സംവാദത്തിന്, വലിയ ആൾക്കാരൊന്നും വേണ്ട, ഇന്ത്യയുടെ ആകെ കടം ഏകദേശം 214 ലക്ഷം കോടി രൂപയാണ്.
പട്ടേലിന്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കിയത് കൂട്ടിയ 214 ലക്ഷം കോടി ഞാൻ ഈ പറയുന്ന എന്റെ ചർച്ച കാണുന്ന ഇത് കേൾക്കുന്ന ജയ്ഹിന്ദ് ടിവിയുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇത് സമർപ്പിക്കുകയാണ്. അത് നിങ്ങൾ ഗൂഗിൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ നല്ല പദ്ധതികളെ ഞങ്ങൾ അനുകൂലിക്കും. അതേസമയം വിസ്മയമാകരുത്, സ്ഥാപനാവൃതമാകരുത്. അത് കേരളത്തിലെ തീർച്ചയായിട്ടും. ഏതായാലും ഈ പറഞ്ഞതുപോലെ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. വിസ്മയകരമായ പല പദ്ധതികളും ബഡ്ജറ്റിൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള പദ്ധതികളൊക്കെ തന്നെ ഏറെ ആവേശത്തോടെയാണ് എല്ലാവരും തന്നെ സ്വീകരിച്ചത്. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. കേരളത്തിൻ്റെ ഭാവി ശോഭനമാകുന്നു. ഒരു പുതുയുഗ കേരളത്തിനായി അല്ലെങ്കിൽ UDF സർക്കാർ 102 സീറ്റിലധികം നേടി വന്നിരിക്കുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി നേമം ഷജീർ, ഇടത് പ്രതിനിധി ആയൂർ ബിജു, BJP പ്രതിനിധി അഡ്വക്കേറ്റ് RS രാജീവ്, 3 പേർക്ക് നന്ദി. പവർ പോയിന്റ് സമാപിക്കുന്നു. ജയ് ഹിന്ദ്.